നാട്ടിക ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച പി. വിനു ഗ്രാമപഞ്ചായത്ത് മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് പി. വിനു സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മുൻ MP TN പ്രതാപൻ, മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, സുനിൽ ലാലൂർ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ് എന്നിവർ വിനുവിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീമതി പി. വിനുവിന് പുതിയ ഉത്തരവാദിത്വം, പുതിയ ചുമതലാബോധം ഉണ്ടാകുന്നു എന്നതിലുള്ള അതിയായ സന്തോഷവും സംതൃപ്തിയും ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകയുടെ പൊതുപ്രവർത്തനത്തിലെ സ്ഥാനം അത് ജനങ്ങൾക്കിടയിലാണ് എന്ന് വിനു വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VR വിജയൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. ദിലീപ് കുമാർ, കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, മുസ്ലിം ലീഗ് നേതാക്കളായ KA കബീർ, KA ഷൌക്കത്ത് അലി, CG അജിത് കുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു സാധാരണ വീട്ടമ്മയായ എന്നെ ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടി മുന്നിലേക്ക് എത്തിച്ചത് എൻ്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കഴിഞ്ഞ 20 ദിവസം നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വിജയിക്കാം. എന്തായാലും ഏതൊരു മത്സരത്തിലും ഒരാളെ വിജയിക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ വിജയിച്ചു. പക്ഷെ ഇനിയുള്ള കാലം എൻ്റെ 9ാം വാർഡിലെ ജനങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും എൻ്റെ വോട്ടർമാരാണ്, എന്നോടൊപ്പം പ്രവർത്തിക്കാനുള്ളവരാണ്, എന്നെ സഹായിക്കാനുള്ളവരാണ്. ഞാൻ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കും.